സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇത് ഇറാന്റെ കാലമാണ്, ഇസ്രയേലിന്റെ തിരിച്ചടിയുടെ കാലവും. ആ തിരിച്ചടിക്ക് ആഘാതം കൂട്ടി ചരിത്രത്തിൽ ആദ്യമായി ഇസ്രയേലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസത്തെ UN വേദിയിൽ നിന്നുള്ളതാണ്. ഇസ്രയേലിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയ UN പ്രത്യേക പ്രതിനിധി പ്രമീള പാറ്റനെതിരെ ഇസ്രയേലിന്റെ പ്രതിനിധി ഡാനി ഡാനൻ അധിക്ഷേപ പരാമർശം നടത്തുകയും അതിനെതിരെ UN ഉദ്യോഗസ്ഥ വെനസ ഫ്രേസിയർ ഇടപെട്ടതുമാണ് നിങ്ങൾ കണ്ട ദൃശ്യത്തിലുള്ളത്. ഇസ്രയേലിന് വേണ്ടി വാദിക്കാൻ UN-ൽ ആരും ഉണ്ടായിരുന്നില്ല. ഇതുവരെ ഇല്ലാത്ത വിധം നയതന്ത്രപരമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇസ്രയേൽ എന്ന് തെളിയിക്കുന്നതാണ് UN-ൽ കണ്ട കാഴ്ച. അതിനിടെ ഇറാനെതിരെ ആക്രമണം നടത്താൻ ട്രംപിനെ നെതന്യാഹുവും സംഘവും കുരുക്കിൽ വീഴ്ത്തിയെന്ന് വെളിപ്പെടുത്തുന്ന പുസ്തകത്തിലെ പരാമർശം പുറത്തുവന്നു. ഇറാനുമായി താൻ യുദ്ധത്തിന് മുതിരില്ലെന്ന് ട്രംപ് കഴിഞ്ഞ വർഷം ഇലോൺ മസ്കിനോടും ടക്കർ കാൾസനോടും പറഞ്ഞുവെന്നാണ് പുസ്തകം പറയുന്നത്. അതിനുശേഷം എന്തുകൊണ്ട് ട്രംപ് നിലപാട് മാറ്റിയെന്നുള്ള ചോദ്യമാണ് പുസ്തകം ഉയർത്തുന്നത്. ഇറാൻ യുദ്ധത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ മോശം അവസ്ഥയിലാണ് അമേരിക്കയെന്ന് ആരോപിച്ച് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ രംഗത്ത് വന്നതും ട്രംപിനെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഒപ്പം ഇറാൻ സംഘർഷത്തോടെ ചൈന കരുത്താർജിച്ചു എന്ന റിപ്പോർട്ടുകളും ട്രംപിനെ അലോസരപ്പെടുത്തുകയാണ്. ഒരൊറ്റ വെടി പോലും ഉതിർക്കാതെ തന്നെ ഇറാൻ സംഘർഷത്തിൽ യഥാർത്ഥ വിജയായി മാറിയത് ചൈനയാണ് എന്നാണ് ജിയോ പൊളിറ്റിക്സ് വിദഗ്ധരെല്ലാം പറയുന്നത്. ഇസ്രയേലിന് UN-ൽ ഏറ്റ തിരിച്ചടിയുടെ പ്രത്യാഘാതവും ചൈനീസ് വളർച്ച അമേരിക്കയ്ക്ക് ഏതൊക്കെ രീതിയിൽ പണിയാകും എന്നത് ഉൾപ്പെടെയുള്ള 4 കാര്യങ്ങളാണ് ഈ വീഡിയോ പരിശോധിക്കുന്നത്. ആദ്യം ഇസ്രയേലിനേറ്റ തിരിച്ചടിയുടെ കാര്യത്തിലേക്ക് തന്നെ പോകാം. എന്തിനാണ് ഇസ്രയേലിന് ഐക്യരാഷ്ട്രസഭ കരിമ്പട്ടികയിൽപ്പെടുത്തിയത്? ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും യുദ്ധ സാഹചര്യങ്ങളിൽ കുട്ടികൾക്കെതിരെയും തടവുകാർക്കെതിരെയും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അതിക്രമങ്ങൾ നടന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്ന UN റിപ്പോർട്ടുകളിലാണ് ഇസ്രയേലിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായി. ലൈംഗിക അതിക്രമം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് UN-ന്റെ ഈ നടപടി. മറ്റൊരു റിപ്പോർട്ടിൽ പലസ്തീൻ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിൽ ഇസ്രയേൽ സൈന്യത്തിനോടൊപ്പം അവിടുത്തെ ജൂത കുടിയേറ്റ ഗ്രൂപ്പുകളെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ UN ശുപാർശ ചെയ്യുന്നു. ഹമാസിനൊപ്പം തങ്ങളെയും കരിമ്പട്ടികയിൽപ്പെടുത്തിയത് ഇസ്രയേലിന് സഹിക്കാവുന്നതിൽ അപ്പുറമുള്ള കാര്യമാണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഇസ്രയേലിനോട് വ്യക്തിപരമായ വിരോധമുണ്ടെന്നും റിപ്പോർട്ടുകൾ ഏകപക്ഷീയമാണ് എന്നുമാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. ഗുട്ടറസിന്റെ ഓഫീസുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുമെന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം ഭീഷണി മുഴക്കുന്നു. എന്തായാലും UN-ന്റെ നടപടി ഇസ്രയേലിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിച്ഛായ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഹമാസിനെ പോലെയുള്ള സായുധ സംഘടനയ്ക്കൊപ്പം രാജ്യത്തെയും സൈന്യത്തെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇസ്രയേലിന് നയതന്ത്രപരമായി കൂടി വലിയ പരാജയമാണ്. പരമ്പരാഗതമായി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പോലും ഇതോടെ പ്രതിരോധത്തിലായിട്ടുണ്ട്. ഇസ്രയേലിനെ സഹായിക്കുന്ന കാര്യത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇറാനുമായുള്ള സൈനിക യുദ്ധമുണ്ടാക്കിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് പിന്നാലെ ഐക്യരാഷ്ട്രസഭയിൽ നിന്നേറ്റ ഈ കരിമ്പട്ടിക പ്രഹരം ഇസ്രയേലിന് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദവും ഒറ്റപ്പെടുത്തലും ഇരട്ടിയാക്കി എന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത്. ഇനി ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ട്രംപിനെ കുറിച്ച് പരാമർശമുള്ള പുസ്തകത്തിലെ കാര്യത്തിലേക്ക് വന്നാൽ, ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടർമാരായ മാഗി ഹേബർമാൻ, ജൊനാഥൻ സ്വാൻ എന്നിവർ എഴുതിയ റെജിം ചേഞ്ച് എന്ന പുസ്തകത്തിലാണ് ഈ നിർണായക വിവരങ്ങൾ ഉള്ളത്, ട്രംപിന്റെ നിലപാട് മാറ്റത്തിന്റെ വിവരങ്ങളുള്ളത്. വലതുപക്ഷ നിരീക്ഷകനായ ടക്കർ കാൾസനുമായും ഇലോൺ മസ്കുമായും കഴിഞ്ഞ വർഷം ആദ്യം, അതായത് 2025 ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇറാനുമായി ബന്ധപ്പെട്ട് ചില നിർണായക കാര്യങ്ങൾ ട്രംപ് പറഞ്ഞതെന്നാണ് പുസ്തകം പറയുന്നത്. ട്രംപിനെതിരെ പരസ്യ വിമർശനം ഉയർത്തുന്ന ആളാണ് ടക്കർ കാൾസൻ. ഗാസ വിഷയത്തിലും കാൾസൻ കടുത്ത വിമർശനം ട്രംപിനെതിരെ നെതന്യാഹുവുമായി ബന്ധപ്പെടുത്തി ഉന്നയിച്ചിരുന്നു. പക്ഷേ പാർട്ടിയിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാൻ കാൾസന് കഴിയുമെന്ന് കരുതിയാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തെ ഓവൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഇനിയൊരു വലിയ യുദ്ധമുണ്ടായാൽ അത് ട്രംപിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് കാൾസൻ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. അവർ, അതായത് ഇസ്രയേൽ, നിങ്ങളെ ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ നോക്കുകയാണ് എന്ന് കാൾസൻ പറഞ്ഞപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ട്രംപ് മറുപടി നൽകിയത് എന്ന് ഈ പുസ്തകം പറയുന്നു. എന്നെപ്പോലെ ഇത്രയും ശക്തനായ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്നും ട്രംപ് കാൾസനോട് പറഞ്ഞു അത്രേ. തീർച്ചയായും
ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന് ശേഷം ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനെയെല്ലാം തകർക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇറാനുമായുള്ള യുദ്ധം മാത്രമാണ്. ഇങ്ങനെയാണ് കാൾസൺ മറുപടി നൽകിയത്. അതായത് ഇറാൻ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് 2025 നടന്ന കാര്യമാണ് ഈ പുസ്തകം പറയുന്നത്. 2024 ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തിയ പേജർ സ്ഫോടനങ്ങളിൽ ആളുകൾ മരിച്ചതിൻ്റെ ഭീകര ദൃശ്യങ്ങളെക്കുറിച്ചും ട്രംപ് മസ്കിനോടും ഈ കാൾസനോടും വിശദമായി സംസാരിച്ചു എന്നും പുസ്തകം പറയുന്നു. ഈ സംഭവത്തിലെ ക്രൂരത ട്രംപിനെ ഒരേ സമയം ഞെട്ടിപ്പിക്കുകയും അതേസമയം തന്നെ കൗതുകത്തിലാക്കുകയും ചെയ്തു എന്നാണ് പുസ്തകം പറയുന്നത്. 79 വയസ്സ് പിന്നിട്ട് ട്രംപിന് വൈകാരികമായ അസ്ഥിരതയിൽ തീരുമാനങ്ങളിൽ പെട്ടെന്ന് മാറ്റം വരുത്തുന്ന പ്രവണതയും ഉണ്ടെന്ന് ഓവൽ ഓഫീസിലെ രംഗങ്ങൾ ഉദ്ധരിച്ച് ഈ പുസ്തകം പറയുകയാണ്. ഈ അസ്ഥിരതയെ നെതന്യാഹു തന്ത്രപരമായി മുതലെടുത്തുവെന്നും അതുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കാൻ ട്രംപ് പിന്നീട് തയ്യാറായത് എന്നുമാണ് പുസ്തകം സമർത്ഥിക്കുന്നത്. ട്രംപിനെ പുകഴ്ത്തിയും ട്രംപിന്റെ മാനസികാവസ്ഥയെ മുതലെടുത്തുമാണ് ഇറാൻ യുദ്ധത്തിലേക്ക് അമേരിക്കയെ നെതന്യാഹു വലിച്ചിഴച്ചത് എന്നാണ് മാഗി ഹേബർമാനും ജൊനാഥൻ സ്വാനും, അതായത് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാർ, ഈ പുസ്തകത്തിലൂടെ വിലയിരുത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനൊപ്പം ചേർത്ത് വായിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ട്രംപുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. യുദ്ധക്കൊതിയനും ഇസ്രയേൽ അനുകൂലിയുമായ പീറ്റ് ഹെക്സത്തിന്റെ, അതായത് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് ട്രംപ് മോചിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഇറാൻ അമേരിക്ക ധാരണാപത്രം സാധ്യമായത് എന്നാണ് വിശകലന വിദഗ്ധർ പത്രങ്ങളിലൂടെ വിലയിരുത്തുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ട്രംപിന് മേൽ സ്വാധീനം ചെലുത്തിയത് കൊണ്ടാണ് സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് വിലയിരുത്തൽ. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഇറാനെതിരെ കടുത്ത സൈനിക നടപടി തുടരണം എന്നുള്ള പക്ഷക്കാരനാണ്. നമ്മൾ പല അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലൂടെയും അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഇറാനെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഹെക്സത്തിൻ്റെ ഒരു ലൈൻ. കരാർ ഒപ്പിട്ടതിന് ശേഷവും ഇറാൻ ഈ കരാർ ലംഘനം നടത്തിയാൽ വീണ്ടും വ്യോമാക്രമണവും കപ്പൽ ഉപരോധവും ഏർപ്പെടുത്താൻ അമേരിക്കൻ സൈന്യം തയ്യാറാകുമെന്നും അതിന് മടിക്കില്ല എന്നും ഹെക്സത്ത് മുന്നറിയിപ്പ് നൽകിയ കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ JD വാൻസും ഇലോൺ മസ്കും ഉൾപ്പെടുന്ന ട്രംപിന്റെ മറ്റൊരു സംഘം അമേരിക്കയെ മറ്റൊരു അനന്തമായ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതിനെ ശക്തമായി എതിർത്തു എന്നാണ് പത്രങ്ങൾ വിലയിരുത്തുന്നത്. യുദ്ധം തുടരുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും ഇന്ധനവില കൂട്ടുമെന്നും അവർ ട്രംപിനെ ബോധ്യപ്പെടുത്തി. ഇങ്ങനെ ട്രംപിനെ ഹെക്സത്തിന്റെ യുദ്ധ പ്രേരണകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ വിജയിച്ച JD വാൻസ് തന്നെയാണ് സമാധാന കരാറിന്റെ പ്രധാന സൂത്രധാരനും അതിൻ്റെ ഔദ്യോഗിക വക്താവുമായി മാറിയത് എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല ഇസ്രയേലിനെതിരെയും അവിടുത്തെ തീവ്ര നിലപാടുകാർക്കെതിരെയും ട്രംപിനെതിരെ നിലപാടെടുക്കുന്ന തീവ്ര നിലപാടുകാർക്കെതിരെയും ശക്തമായ വാക്കുകൾ പ്രയോഗിക്കാനും വാൻസ് തയ്യാറായി എന്നതും നമ്മൾ ഈ അവസരത്തിൽ നോക്കിക്കാണണം. വാൻസിന്റെ ഇടപെടലുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അമേരിക്കൻ ഫസ്റ്റ് വിദേശ നയത്തിന്റെ വിജയമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള വാൻസിന്റെ യാത്രയായും ഇതിനെ കാണുന്നവരുണ്ട്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള വാൻസിന്റെ ഒരു മുന്നേറ്റമായും ഇതിനെ ആളുകൾ ചിത്രീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിലയിരുത്തുന്നുണ്ട്. ഇനി ചൈനയുടെ കാര്യത്തിലേക്ക് വന്നാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ സംഘർഷത്തിലെ യഥാർത്ഥ വിജയി ചൈനയാണ് എന്നാണ് മിക്ക അന്താരാഷ്ട്ര വിദഗ്ധരും പറയുന്നത്. ചൈന തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തങ്ങളുടെ സാമ്പത്തിക ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ഈ സംഘർഷ കാലഘട്ടത്തിൽ ചെയ്തത് എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതിൽ 6 പോയിന്റുകൾ, ചൈന ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 6 പോയിന്റുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. 1. എണ്ണ വിപണിയിലെ ലാഭം. ഹോർമൂസ് അടയ്ക്കുകയും ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്തപ്പോൾ ചൈന സുരക്ഷിതമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്, അതായത് 1397 ദശലക്ഷം ബാരൽ എണ്ണ സംഭരണി, അത് മുൻകൂട്ടി നിർമ്മിച്ച ചൈനയെ വിലക്കയറ്റം അതുകൊണ്ട് തന്നെ ബാധിച്ചില്ല. മാത്രമല്ല ഉപരോധം ഭയന്ന് ഇറാൻ നൽകിയ കുറഞ്ഞ വിലയിലുള്ള അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്കും ചൈനീസ് റിഫൈനറികളാണ് സ്വന്തമാക്കിയത്. 2. LNG പുനർവിൽപ്പന. അതായത് ഏഷ്യൻ വിപണിയിൽ ദ്രവീകൃത പ്രകൃതിവാതകത്തിന് 85% വരെ വില വർധനവ് ഉണ്ടായപ്പോൾ, ഇറാൻ യുദ്ധം കാരണം ഉണ്ടായപ്പോൾ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന അധിക LNG സ്റ്റോക്ക് ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് വൻ ലാഭത്തിൽ മറച്ചു വിൽക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞു. അതിലൂടെ വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 3. യുദ്ധ സാഹചര്യത്തിൽ ആശങ്കയിലായ ഗൾഫ് രാജ്യങ്ങൾക്ക് വൻതോതിൽ വ്യോമ പ്രതിരോധ ആയുധങ്ങൾ വിറ്റഴിക്കാനും ചൈനയ്ക്ക് കഴിഞ്ഞു. ഇത് പശ്ചിമേഷ്യയിൽ പരമ്പരാഗതമായി അമേരിക്കയ്ക്കുണ്ടായിരുന്ന സ്വാധീനം കുറയാനും കാരണമായി എന്നാണ് വിലയിരുത്തൽ. 4. സമാധാനത്തിന്റെ ഭാഗമായി ഇറാന്റെ പുനർനിർമ്മാണത്തിനായി പ്രഖ്യാപിച്ച $300 ബില്യൺ പദ്ധതികളിൽ ഭൂരിഭാഗവും ചൈനീസ് കമ്പനികൾക്കായിരിക്കും കിട്ടുക. കാരണം
ചൈനയുടെ 25 വർഷത്തെ തന്ത്രപരമായ പങ്കാളിത്ത കരാർ വഴി ഇറാന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചൈനയ്ക്ക് ഇതിനകം തന്നെ മേൽക്കൈയുണ്ട്. ഇറാന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചൈനീസ് കമ്പനികൾക്കാണ് ഇപ്പോഴും മേൽക്കൈ. അത് തുടരുമെന്നാണ് റിപ്പോർട്ട്. 5. അമേരിക്കൻ ഭരണകൂടത്തിന്റെ അസ്ഥിരതയും യുദ്ധക്കൊതിയും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാൻ ചൈനയ്ക്ക് ഇറാൻ സംഘർഷം ഒരു പ്രചാരണ ആയുധമായി മാറി എന്നും വിലയിരുത്താം. തായ്വാൻ ഉൾപ്പെടെയുള്ള ഏഷ്യൻ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന തരത്തിലുള്ള നറേറ്റീവ് നിർമ്മിക്കാനും ചൈനയ്ക്ക് ഇതിലൂടെ കഴിഞ്ഞു. 6. യുദ്ധകാലത്ത് ഇറാൻ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത റഡാറുകളിൽ നിന്നും ബെയ്ദു നാവിഗേഷൻ സാറ്റലൈറ്റുകളിൽ നിന്നും കിട്ടിയ ഡാറ്റ ഉപയോഗിച്ച് അമേരിക്കയുടെ അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങളെയും കപ്പലുകളെയും എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പഠിക്കാൻ ചൈനീസ് സൈന്യത്തിന് സാധിച്ചു. ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതായത് അമേരിക്ക യുദ്ധത്തിൽ പണവും സൈനിക ശേഷിയും നഷ്ടപ്പെടുത്തിയപ്പോൾ ചൈന തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും പശ്ചിമേഷ്യയിലെ നയതന്ത്ര പങ്കാളിത്തവും കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത് എന്നതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. അതിലൂടെ കരുത്താർജിക്കുകയാണ് ചൈന ചെയ്തത് എന്നാണ് ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. അതായത് ചൈനയ്ക്ക് അമേരിക്ക പോലെ ഒരു വലിയ ശക്തിയാകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. അതേസമയം നിർണായക ശക്തിയായി നിലനിൽക്കാൻ ചൈനയ്ക്ക് താല്പര്യമുണ്ട്. സാമ്പത്തികമായി വളർച്ച കൈവരിക്കാനും താല്പര്യമുണ്ട്. അതേസമയം മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കയറി ഇടപെടുന്ന രീതി സ്വീകരിക്കാൻ, അങ്ങനെ ഒരു വിദേശ നയത്തിലേക്ക് പോകാൻ ചൈനയ്ക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ചൈനയാണ് ഇറാൻ സംഘർഷ കാലഘട്ടത്തിലും നമ്മൾ കണ്ടത്. അതായത് ഇസ്രയേൽ വരുത്തിവെച്ച ഇറാൻ സംഘർഷം കാരണം അമേരിക്കയ്ക്ക് ഒരേ സമയം പ്രതിച്ഛായ നഷ്ടവും സാമ്പത്തിക നഷ്ടവുമാണ് ഉണ്ടായത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതേസമയം ചൈനയെ പോലുള്ള വൻ ശക്തികൾ കരുത്താർജിക്കുന്നതും മറുഭാഗത്ത് അമേരിക്കയ്ക്ക് കാണേണ്ടി വരുന്നു. അതേസമയം തന്നെ ഇസ്രയേൽ തങ്ങളുടെ ചെയ്തികൾ കാരണം വലിയ ഒറ്റപ്പെടലിലേക്ക് പോവുകയും ചെയ്യുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇസ്രയേൽ ലെബനനിൽ തുടരുന്ന നരനായാട്ട് അവരെ കൂടുതൽ കുഴപ്പത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ലെബനനിലെ ആക്രമണത്തിനെതിരെ ഇറാൻ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ലംഘനത്തിനും ഉത്തരവാദി അമേരിക്ക ആയിരിക്കും എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞത്. ഇസ്രയേൽ ലെബനനിലെ ആക്രമണം നിർത്തിയില്ല എങ്കിൽ ഇറാൻ സൈന്യം കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ വിരലുകൾ ഇപ്പോഴും ട്രിഗറിൽ തന്നെയാണെന്നുള്ള കാര്യം ഓർമ്മിക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. മാത്രമല്ല, ഇസ്രയേലിനെ നിയന്ത്രിക്കാതെ അമേരിക്കയുമായി ഒരു തുടർ ചർച്ചയും ഉണ്ടാകില്ല എന്നും ഇറാൻ പറയുന്നുണ്ട്. ട്രംപും ഇസ്രയേലിന്റെ ചെയ്തികളിൽ കടുത്ത അതൃപ്തിയിലാണ്. ഇസ്രയേലിന് വലിയ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. കാരണം അതൊരു സൈനിക തിരിച്ചടി ആയിരിക്കില്ല, പകരം സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുക, സൈനികമായിട്ടുള്ള സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് ട്രംപ് ഭരണകൂടം എത്താൻ സാധ്യതയുണ്ട് എന്നാണ് റോയിറ്റേഴ്സിനെ പോലുള്ള മാധ്യമങ്ങൾ സൂചന നൽകുന്നത്. പേജ് സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.